മനസാക്ഷി മരവിപ്പിക്കുന്ന ചോരക്കളികളും അരുംകൊലകളുമാണ് കഴിഞ്ഞ ദിവസം കേരളത്തിന് കേൾക്കേണ്ടി വന്നത്. അതിനെല്ലാം നേതൃത്വം നൽകുന്നത് കൗമാരം വിട്ടിട്ടില്ലാത്ത പുതുതലമുറയിൽപ്പെട്ടവരാണ്. ഞെട്ടിക്കുന്ന ഈ വാർത്തകൾ കേട്ട് പൊതുസമൂഹവും ഒന്നടങ്കം ചോദിക്കുകയാണ്, എന്തുപറ്റി ഈ കുട്ടികൾക്ക്? അതേ ചോദ്യം ഞങ്ങളും ഉയർത്തുകയാണ്. കോഴിക്കോട് നിന്നും അഭിന പി ചെറുക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. ഇതേത് വൈബ്? ചിലപ്പോൾ ഇതിനും ഒരു പേര് കണ്ടെത്തിയേക്കാം. അതാണല്ലോ ഇപ്പോഴത്തെ ന്യൂജൻ വൈബ്. പുതുവർഷാരംഭം മുതൽ നവോത്ഥാന കേരളം കേൾക്കുന്നത് മനുഷ്യരുടെ ഉള്ളുലയ്ക്കുന്ന ചോരപുരണ്ട കഥകളാണ്. താമരശ്ശേരിയിലെ മാതാവിന്റെ കൊലപാതകം ഓരോ മലയാളിയെയും ഞെട്ടിക്കുന്നതായിരുന്നു. രാസലഹരിയുടെ ഉന്മാദത്തിൽ മറന്നുപോയ രക്തബന്ധങ്ങൾ. കൊലയാളികളിൽ അധികവും കുട്ടികൾക്ക് ഇതെന്തു പറ്റി? അവരൊക്കെ ഇമ്മച്ചുറാണ്, മെൻ്റലി ഇമ്മച്ചുറാണ്. അവർക്കൊരു തീരുമാനമെടുത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രായമല്ലത്. അപ്പം മയക്കുമരുന്ന് ഉപയോഗം ഇതെല്ലാം കൂടെ വന്നതോടുകൂടിയിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയില്ലാത്ത, ബോധം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കുട്ടികൾ താഴ്ന്നു പോകുന്നു. ചോദ്യം ചെയ്യാൻ ഇന്ന് രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് പല ആളുകൾക്കും ധൈര്യമില്ല എന്നുള്ളതാണ് ഒരു പശ്ചാത്തലം. സ്കൂളിൽ നിയന്ത്രിക്കാൻ അധ്യാപകർക്ക് പറ്റുമോ? നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ബാലാവകാശം എന്ന്. ഇവിടെ ഇപ്പം ഈ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ MLA-യുടെ മകൻ എന്ന് പറയുന്നതിന് എനിക്ക് വിഷമമൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്, ആ കുട്ടി അതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നും കേസിൽ പ്രതിയായിട്ടുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളർത്താൻ കഴിയും എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ സൃഷ്ടിക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. സാമൂഹ്യം അതിനകത്ത് ഇടപെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ ഇതെന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, നമ്മളും മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറും. തന്ത വൈബ് എന്ന് പറയുന്ന ഈ തലമുറ അറിയുന്നുണ്ടോ ആ വൈബിലുണ്ടായിരുന്ന സുരക്ഷിതത്വം? മെച്യൂരിറ്റി കുറച്ച് കൂടുമ്പോൾ കുറച്ച് തന്തവൈബാവും. അത് മെച്യൂരിറ്റി ആയി കണ്ടാൽ മതി. ലൈഫ് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നമുക്ക് ശ്രമിക്കും. സക്സസ് ആവാനുള്ള മെൻറ്റാലിറ്റി വരും. വെറുതെ കളിച്ച് നടക്കുക എന്നല്ലാണ്ട് കുറച്ച് പൈസ സമ്പാദിക്കണം, ഫാമിലി നന്നായിട്ട് നോക്കണം, നല്ലൊരു ഫാമിലി ലൈഫ് വേണം എന്നൊക്കെ തോന്നും. അതൊക്കെ തന്നെ. അല്ലാണ്ട് ആ ഒരു മെൻ്റലി തന്നെ നമ്മൾ കുറേ ചേഞ്ചസ് വരും. ഈ കാലഘട്ടത്തിലെ കുട്ടികൾ ഒന്നറിയണം, മൊബൈൽ ഫോണും രാസലഹരിയും ഒന്നുമില്ലാതിരുന്ന കാലത്ത് സന്തോഷത്തിന്റെ മറ്റൊരു ലഹരി നുകർന്ന തലമുറ ജീവിച്ചിരുന്നുവെന്ന്. അത് ഭയങ്കര സങ്കടമുണ്ട് മോളെ. മക്കളുള്ള ഏതൊരു അമ്മമാർക്കുള്ളൊരു ദുഃഖം ഞങ്ങൾക്കുണ്ട്. അത് ഭയങ്കര വിഷമമായി പോയി. അത്ര മൊബൈൽ ഫോണിൽ മാത്രം ബന്ധം സൂക്ഷിക്കുന്നത് കൊണ്ടാണോ രക്തബന്ധങ്ങളുടെ വില അറിയാതെ പോകുന്നത്? അധ്യാപകരുടെ മുഖത്ത് നോക്കാൻ പേടിയുണ്ടായിരുന്ന, ബഹുമാനം നൽകിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു പാട്ട് ബ്രേക്കായി പോയതിൻ്റെ ഒരു പ്രതികാരമായിട്ടാണ് പിറ്റേ ദിവസം ഒരു കുട്ടിയെ പ്ലാൻ ചെയ്ത് കൊലപാതകം നടത്തുന്നതിനെ വേണമെങ്കിൽ നമുക്ക് പറയാം അതിനെ. അപ്പം ഈ കുട്ടികളിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അസഹിഷ്ണുത വളർന്നു വരുന്നത്? അതേപോലെ ഇപ്പം അവർക്ക് ആവശ്യാനുസരണം കിട്ടുന്ന ലഹരി, ഇതിനൊക്കെ ഒരു സംവിധാനത്തിൽ നമ്മുടെ നിയമ സംവിധാനം കുറച്ച് സ്ട്രോങ് ശക്തമായാൽ മാത്രമേ ഇതിലൊരു മാറ്റം വരൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്കൂളുകളിൽ എന്തെങ്കിലും ഒരു അധ്യാപകൻ്റെ കയ്യിൽ നമുക്ക് അടി കിട്ടിയാൽ നമ്മൾ വീട്ടിലേക്ക് വന്ന് പറയാൻ നമ്മൾ പേടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം എന്താണ്? നമുക്ക് വീട്ടിൽ നിന്ന് വീണ്ടും അടി കിട്ടും. അപ്പോൾ അങ്ങനെ ഇന്ന് കുട്ടികൾക്ക് ഒന്നുമില്ല. കുട്ടികളുടെ എല്ലാ മൊറാലിറ്റികളും, എല്ലാ മോറൽസ് അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പേരൻറ്റ് കുട്ടീൻ്റെ കൂടെ വരികയാണ്, എൻ്റെ കുട്ടി അത് ചെയ്യില്ല. അങ്ങനെയുള്ള ചിന്താഗതിയിൽ നിന്ന് നമ്മൾ പേരൻസ് മാറ്റം വരുത്തി, എൻ്റെ കുട്ടിയും നാളെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അത് അധ്യാപകർക്കൊപ്പം നിൽക്കാൻ നമ്മളെ പേരൻസും കൂടെ തയ്യാറാവണം. വിദ്യാർത്ഥികളെ ഒന്ന് ശകാരിക്കുമ്പോഴും ആത്മഹത്യയിലേക്കും ഭീഷണിയിലേക്കും ഈ തലമുറ പോകുന്നത് എന്തുകൊണ്ടാണ്? വിദ്യാർത്ഥികൾ എന്ത് തന്നെ കാണിച്ചു കഴിഞ്ഞാലും ശിക്ഷാ നടപടികൾ എടുക്കാനായിട്ട് അധ്യാപകർക്കും പ്രിൻസിപ്പലിനും ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ്. ക്രിമിനൽ വാസനയുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കമ്മീഷനുകൾ എല്ലാം വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്താൻ പറയുന്നു. പക്ഷേ തെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ തെറ്റൊന്നും മാറി നിൽക്കുകയുള്ളൂ. ഒരു സിനിമ കുട്ടികളെ വലിയ രീതിയിലാണ് സ്വാധീനിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ പല ജീവിതങ്ങളുടെയും നല്ല വശങ്ങൾ മാത്രമാണ് പലരുടെയും മൊബൈൽ സ്ക്രീനുകളിലൂടെ മിന്നിമറയുന്നത്. കൂടുതൽ കുട്ടികളും ആസ്വദിക്കുന്നത് വയലൻസ് നിറഞ്ഞ ആക്ഷൻ ത്രില്ലർ ചിത്രങ്ങളാണെന്നാണ് ഞങ്ങൾ നടത്തിയ സർവേയിൽ നിന്നും കണ്ടെത്തിയത്.
പണ്ടൊക്കെ സിനിമകളിൽ എന്തായാലും അതിനൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, അതൊരു നല്ല മെസ്സേജ് ആയിരിക്കും. പക്ഷേ ഇന്ന് ഈ അടുത്തിറങ്ങിയൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി, മറ്റേ ഫഹദ് ഫാസിൽ അഭിനയിച്ച അതെ, ആ സിനിമ കണ്ടിട്ട് എൻ്റെ മോനൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഡ്രിങ്ക്സ് ഒരു വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡ്രിങ്ക്സ് അടിക്കുന്ന പോലെയും അതേപോലെ ഫോട്ടോന് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ സിഗരറ്റ് വലിക്കുന്ന പോലെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു പരിധിവരെ നമ്മളെ കുട്ടികളെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സംശയവും ഇല്ല. പിന്നീട് അങ്ങോട്ട് ഭയപ്പാടില്ലാതെ ചിത്രങ്ങൾ കണ്ടു തീർക്കാനും അതുപോലെ അനുകരിക്കാനുമുള്ള ശ്രമങ്ങളാണ്. പുതുതായി വരുന്ന പല ന്യൂജൻ സിനിമകളും അടിയും അക്രമവും മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗമൊന്നും ഒരു തെറ്റല്ല, അല്ലെങ്കിൽ അതൊരു ഫാഷനോ ഒക്കെ ചിത്രീകരിക്കുന്ന സിനിമകളാണ്. പഴയകാല സിനിമകളിലും സ്റ്റണ്ടും കൊലപാതകമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമയുടെ അവസാനം ഒരു ശുഭ സൂചകമായിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിനും ഈ മദ്യത്തിൻ്റെ ഇതിനൊക്കെ അടിപ്പെട്ട് പോകുന്നതിന് കുറേയൊക്കെ കാരണം സിനിമകളാണ് എന്ന് പറഞ്ഞാൽ അവർ കുറ്റം പറയാൻ കഴിയില്ല. വിദ്യാർത്ഥികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങി പഠിക്കാനും ആസ്വദിക്കാനും. പക്ഷേ ഇവിടെ എവിടെയാണ് പിഴവ് സംഭവിച്ചത്? ആർക്കാണ് പിഴവ് സംഭവിച്ചത്? ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിന പിച്ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.